നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സീക്കറിന് നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. റിക്രൂട്ട്മെന്റ് ഇനത്തിലോ വിസ ഫീസ് ഇനത്തിലോ തൊഴിലാളികളിൽ നിന്ന് പണം ഈടാക്കിയാൽ തൊഴിലുടമകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സൗദിയിൽ വീട്ടുവേലക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള ഫീസും ഈടാക്കാൻ പാടില്ലെന്നാണ് തൊഴിലുടമകൾക്കും റിക്രൂട്ടിംഗ് കമ്പനികൾക്കുമുള്ള നിർദ്ദേശം. വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനോ ഇഖാമ, വർക്ക് പെർമിറ്റ് എന്നിവ ഇഷ്യൂ ചെയ്യുന്നതിനോ പുതുക്കുന്നതിനോ സ്പോൺസർഷിപ്പ് മാറ്റുന്നതിനോ പ്രൊഫഷൻ മാറ്റുന്നതിനോ യാതൊരു ഫീസും ഈടാക്കാൻ പാടില്ലെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. ഇത് ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. 20,000 റിയാൽ വരെ പിഴ ചുമത്തുന്നതോടൊപ്പം 3 വർഷത്തേക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്ന പുതിയ മാർഗനിർദ്ദേശം മന്ത്രാലയം പുറത്തിറക്കി. വീട്ടുജോലിക്കാർക്ക് മാന്യമായ ജീവിതവും മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷവും ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശങ്ങളിലുണ്ട്. കരാർ പ്രകാരമുള്ള ശമ്പളം കൃത്യസമയത്ത് നൽകണം. കരാറിൽ രേഖപ്പെടുത്തിയത് പ്രകാരം വാരാന്ത്യ വിശ്രമം അനുവദിക്കണം. ദിവസം ചുരുങ്ങിയത് തുടർച്ചയായ 8 മണിക്കൂർ വിശ്രമം അനുവദിക്കണം. തുടർച്ചയായി 2 വർഷം ജോലി ചെയ്താൽ 1 മാസത്തെ അവധിയും ടിക്കറ്റും നൽകണം. തൊഴിലാളികളുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ തൊഴിലാളികൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടതെന്നും നിയമം അനുശാസിക്കുന്നു. വീടുകളിലെ ഹൗസ് ഡ്രൈവർ, പാചകക്കാരൻ, ഹോം നഴ്സ്, ഹോം ഗാർഡ്, പേഴ്സണൽ അസിസ്റ്റന്റ്, കർഷകൻ, ഫിസിക്കൽ തെറാപ്പിസ്റ്റ് തുടങ്ങിയവരൊക്കെ ഗാർഹിക തൊഴിലാളികളുടെ ഗണത്തിൽപ്പെടും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. റിയാദിൽ നിന്ന് ജിദ്ദയിലേക്കും തിരിച്ചും അതിവേഗ ലാൻഡ് ബ്രിഡ്ജ് റെയിൽവേ ലൈൻ പദ്ധതി ആരംഭിക്കുന്നു. $700 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി വിഷൻ 2030യുടെ ഭാഗമായാണ് നടപ്പിലാക്കുക. ജിദ്ദയിൽ നിന്ന് വെറും 4 മണിക്കൂറിനകം റിയാദിലെത്താൻ കഴിയുന്ന ഹൈസ്പീഡ് ലാൻഡ് ബ്രിഡ്ജ് റെയിൽവേ പദ്ധതിയുടെ രൂപരേഖയാണ് തയ്യാറായിരിക്കുന്നത്. ഏകദേശം 900 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള പുതിയ റെയിൽ പാളമാണ് ഇതിനായി നിർമ്മിക്കേണ്ടി വരിക. നിലവിൽ റിയാദിൽ നിന്ന് റോഡ് മാർഗം ജിദ്ദയിലെത്താൻ 12 മണിക്കൂറോളം യാത്രാ സമയമാണ് വേണ്ടിവരുന്നത്. പുതിയ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ യാത്രാ സമയം 4 മണിക്കൂറായി കുറയുന്നതിനോടൊപ്പം യാത്രകൾ സുഖകരവും കൂടുതൽ എളുപ്പവുമായി മാറും. ഇതിനു പുറമെ രാജ്യത്തെ വിവിധ റെയിൽവേ ശൃംഖലകൾ വിവിധ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുവാനും യാത്രാ സൗകര്യവും ചരക്ക് നീക്ക സംവിധാനവും സുഗമമാക്കുവാനും പദ്ധതി വഴി സാധ്യമാകും. നിർദ്ദിഷ്ട ജിദ്ദ റിയാദ് റെയിൽവേ ലൈൻ ദമാം വരെ പരസ്പരം ബന്ധിപ്പിക്കുവാനും പദ്ധതിയുണ്ട്. ഇതോടെ ഈ ലൈനുകളുടെ ദൈർഘ്യം 1500 കിലോമീറ്ററായി വർദ്ധിക്കും. നിലവിൽ രാജ്യത്തുടനീളം 5300 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ ലൈനാണ് ഉള്ളത്. വിഷൻ 2030 പദ്ധതി പ്രകാരം ഇത് 8000 കിലോമീറ്ററായി ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. റിയാദിൽ നിന്നും ഖൊറയാത്തിലേക്കുള്ള 1290 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഡെസേർട്ട് ഡ്രീം എന്ന ആഡംബര ട്രെയിൻ പദ്ധതിയും വിഷൻ 2030ന്റെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിയാദിൽ സമാപിച്ച 2ാമത് സൗദി രാജ്യാന്തര റെയിൽവേ എക്സിബിഷൻ സമ്മേളനത്തിലാണ് വിവിധ റെയിൽവേ പദ്ധതികളുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. 24 ചെയർമാനും അബീർ മെഡിക്കൽ ഗ്രൂപ്പ് സ്ഥാപകനും പ്രസിഡന്റുമായ ആലുങ്കൽ മുഹമ്മദ് ഫോബ്സ് പട്ടികയിൽ. മിഡിൽ ഈസ്റ്റിലെ ആരോഗ്യ മേഖലയിൽ 2025 മികച്ച സംരംഭകരുടെ പട്ടികയിലാണ് ആലുങ്കൽ മുഹമ്മദ് ഇടം നേടിയത്. അടുത്ത ദശകത്തിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന എക്സിക്യൂട്ടീവുകൾ, കമ്പനി സ്ഥാപകർ, ഓഹരി ഉടമകൾ എന്നിവരാണ് ഫോബ്സ് മിഡിൽ ഈസ്റ്റ് ഹെൽത്ത് കെയർ ലീഡേഴ്സ് പട്ടികയിൽ ഉള്ളത്. 2025 പതിപ്പിൽ മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന 50 സംരംഭകരെയും ഓഹരി ഉടമകളെയും കൂടാതെ 100 പ്രമുഖ എക്സിക്യൂട്ടീവുകളെയും സിഇഒമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള ആലുങ്കൽ മുഹമ്മദിന്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് അബീർ ഗ്രൂപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. ജിദ്ദയിലെ ഷറഫിയ അബീർ മെഡിക്കൽ സെന്ററിൽ IV ഡ്രിപ്പ് തെറാപ്പി സേവനം ആരംഭിച്ചു. അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്ന ആധുനിക ചികിത്സാ രീതിയാണ് IV ഡ്രിപ്പ് തെറാപ്പി. അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ജിദ്ദയിലെ അസീസിയ ബ്രാഞ്ചിന് പിന്നാലെയാണ് ഷറഫിയ ബ്രാഞ്ചിലും ആരോഗ്യ പരിപോഷണ മേഖലയിലെ ആധുനിക ചികിത്സാ രീതിയായ IV ഡ്രിപ്പ് തെറാപ്പി സേവനം ആരംഭിച്ചത്. ഷറഫിയ ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ആലുങ്കൽ പുതിയ തെറാപ്പി സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
സ്ട്രാറ്റജിക് പ്ലാനിംഗ് VP ഡോക്ടർ ജംഷിദ് അഹമ്മദ് ഉൾപ്പെടെ അബീർ ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഓപ്പറേഷൻസ് മാനേജർ സുൽത്താൻ മഹമ്മൂദ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അമ്ര, മാർക്കറ്റിംഗ് ഡയറക്ടർ ഡോക്ടർ ഇമ്രാൻ, നഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ ജോയ് ഡക്ടോറിയ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്ന ആധുനിക ചികിത്സാ രീതിയാണ് IV ഡ്രിപ്പ് തെറാപ്പി എന്ന് ഫെസിലിറ്റി ഡയറക്ടർ അബ്ദുൽ ജലീൽ ആലുങ്ങൽ, ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നീതു എബ്രഹാം എന്നിവർ പറഞ്ഞു. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് വളരെയധികം സഹായിക്കുന്ന കുറേ ഇഞ്ചെക്ഷൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടും നമ്മുടെ ആന്റി ഏജിങ്, അതായത് പ്രായം റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകൾ, അതുപോലെ പാടുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു സൊല്യൂഷനാണ്. അതുപോലെ നമ്മുടെ ഫിറ്റ്നസ്, ഒത്തിരി ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകൾ ഇത് കാണുന്നുണ്ടെന്നറിയാം, അവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ മെന്റൽ ക്ലാരിറ്റി കാര്യങ്ങൾക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയൊരു പ്രൈസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇതിലോട്ട് ക്ഷണിക്കുകയാണ്. കാരണം ഇത് നല്ലൊരു പ്രൊസീജിയറാണ്. പുതിയ കാലത്ത് സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ IV ഡ്രിപ്പ് തെറാപ്പിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥയെ മറികടന്ന് പോഷകങ്ങൾ നേരിട്ട് കോശങ്ങളിലെത്തുന്നതിനാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ചികിത്സാ രീതിയാണിത്. ശരീരത്തിലെ പോഷകക്കുറവ് പരിഹരിക്കാനും ജലാംശം വർദ്ധിപ്പിക്കാനും IV ഡ്രിപ്പ് തെറാപ്പി സഹായിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കേരളത്തിൽ വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ഇടുക്കിയിൽ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ചു. മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര വിലക്കി. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദം കരുത്താർജിക്കുകയാണ്. ഇന്നും നാളെയും മുഴുവൻ ജില്ലകളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ചു. നാളെ വൈകിട്ട് 7 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെ മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര വിലക്കി. 7 ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. 24 തിരുവനന്തപുരം. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. ചെന്നൈയിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധം അക്രമാസക്തമായി. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനും വാഹനങ്ങൾക്കും പ്രതിഷേധക്കാർ തീയിട്ടു. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. റൂറൽ SP അടക്കം 16 പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. ആസൂത്രിത അക്രമമാണ് നടന്നതെന്ന് DIG യതീഷ് ചന്ദ്ര പറഞ്ഞു. ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ കഴിഞ്ഞ 5 വർഷത്തിലധികമായി മേഖലയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. 3 പഞ്ചായത്തുകളിലെ ജനജീവിതത്തെ ഫാക്ടറി പ്രവർത്തനം ദുസ്സഹമാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ഉച്ചയോടെ പ്രതിഷേധം നിയന്ത്രണാതീതമായി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോൾ പോലീസിന് നേരെ നാട്ടുകാർ തുടരെ കല്ലെറിഞ്ഞു. കല്ലേറിൽ റൂറൽ SPയും താമരശ്ശേരി SHOയും അടക്കം 16ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു. സംഘർഷം ആസൂത്രിതമെന്ന് DIG യതീഷ് ചന്ദ്ര പറഞ്ഞു. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി അക്രമം നടത്തി. അക്രമത്തിന് പിന്നിൽ ചില തൽപര കക്ഷികൾ. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും യതീഷ് ചന്ദ്ര. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ടോ എന്നാണ് ഞങ്ങൾ അറിയുള്ളത്. അറ്റാക്ക് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. കുട്ടികളിന് പിന്നെ സ്ത്രീകളിന് നമ്മളെ ഫ്രണ്ട് ഹ്യൂമൻ ബാരിക്കേഡായിട്ട് ഉപയോഗിച്ചു. ഏതോ 1-2 ആളുകൾ അവരവർ സ്വകാര്യ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി, പിന്നെ കുറച്ച് മൈലേജുകൾ കൊണ്ടുവരാൻ വേണ്ടി പാവപ്പെട്ട കുട്ടികൾ, പാവപ്പെട്ട ആളുകളെ ഒരു ഫ്രണ്ടിൽ വെച്ചിട്ട് പുറകിൽ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ അനുമതികളോടും കൂടിയാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്നാണ് സ്ഥാപന മേധാവിമാർ പറയുന്നത്. സംഘർഷത്തിൽ നടപടി ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചു. നാളെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കും. 24 കോഴിക്കോട്.
എന്തായാലും സംഭവത്തിൽ നടപടി ശക്തമാക്കുമെന്ന പോലീസിന്റെ ആ വാക്ക് ഇപ്പോൾ അത് ഫലത്തിലേക്ക് വരുന്നു. ആ രീതിയിൽ കേസെടുത്തിരിക്കുന്നു വിഷയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കട്ടിപ്പാറയിലെ ഈ വിഷയത്തിലാണ്, താമരശ്ശേരി കട്ടിപ്പാറയിലെ സംഘർഷത്തിലാണ് 321 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസ് വലിയ സംഖ്യയാണ്, 321 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐ കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ടി മെഹ്റൂഫ് ഒന്നാം പ്രതിയാണ് ഈ സംഭവത്തിൽ എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട കാര്യമാണ്. മിഥില ബാലൻ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും ടെലിഫോൺ ലൈനിൽ. മിഥില, ഈ സംഭവത്തിൽ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു, കേസെടുത്തിരിക്കുന്നു, അതും വലിയ ഒരു നിര തന്നെ ഉണ്ട്. 321 പേർക്കെതിരെയാണ് കേസ്. വിശദാംശങ്ങൾ എന്ത് വകുപ്പ് ചാർത്തിയാണ് കേസ്? 321 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 21 പേർ കൃത്യമായി പേര് വിവരങ്ങൾ പോലീസിന് അറിയാവുന്ന ആളുകളാണ്. മറ്റ് അവശേഷിക്കുന്ന 300 പേർ അവരുടെ കണ്ടാൽ അറിയാവുന്ന ആളുകളാണ്. 21 പേർ കൃത്യമായി പേര് വിവരങ്ങൾ അറിയുന്നതും 300 പേർ കണ്ടാൽ അറിയാവുന്ന ആളുകളും. അങ്ങനെ 321 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഈ പ്രതിപട്ടികയിൽ ഒന്നാമത്തെ ആൾ ടി മെഹ്റൂഫ് ആണ്. ടി മെഹ്റൂഫ് എന്നത് ഡിവൈഎഫ്ഐ കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റാണ്. ഒപ്പം തന്നെ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ്. 2-3 പ്രതികൾ എന്നത് ഓമശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളാണ്. ഇത്തരത്തിൽ അവിടെ അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഈ പ്രതിപട്ടികയിലുള്ള ആളുകൾ എന്നത്. കൃത്യമായി പേരുവിവരങ്ങൾ അല്ലെങ്കിൽ പോലീസിന് ആ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു കേസിൽ 1, 2, 3 പ്രതികളായിട്ട് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വകുപ്പുകൾ എന്നത് മാരകായുധങ്ങൾ, അതായത് മാരകായുധമായ വടി, കല്ല് എന്നിവ ഉപയോഗിച്ച് സംഘം ചേർന്ന് ന്യായവിരോധമായി പോലീസിനെതിരെയും പ്ലാന്റിനെതിരെയും ആക്രമണം അഴിച്ചുവിട്ടു, മുദ്രാവാക്യം വിളിച്ചു, സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നതിനുള്ള നിയമപരമായ ആജ്ഞ നിഷേധിച്ചു, മാർഗതടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ യതീഷ് ചന്ദ്ര പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാകും. തൽപര കക്ഷികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന അദ്ദേഹത്തിന്റെ വാക്ക് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നടപടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു എഫ്ഐആറിലൂടെ തന്നെ വ്യക്തമാകുന്നത്. എന്തുതന്നെയായാലും ഇതിൽ കൂടുതൽ നടപടി നാളെ ആയിരിക്കും ഉണ്ടാവുക പോലീസിന്റെ ഭാഗത്തും. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 2019 സ്വർണ്ണമോഷണം മറച്ചുവെക്കാനാണ് ഈ വർഷം കോടതി ഉത്തരവ് പാലിക്കാതെ പാളികൾ കൊടുത്തുവിട്ടതെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. 2025 സ്വർണം പൂശാൻ നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്ത് മുൻകൈയെടുത്തെന്നും പരാമർശമുണ്ട്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കാനും SITക്ക് കോടതി നിർദ്ദേശം നൽകി. 2019 മാത്രമല്ല, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും സംശയനിഴലിൽ നിർത്തുന്നതാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. 2025 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ സ്വർണം പൂശാനുള്ള സാങ്കേതിക തികവില്ലെന്ന് ദേവസ്വം കമ്മീഷണർ നിലപാടെടുത്തിരുന്നു. 7 ദിവസത്തിനു ശേഷം നിലപാട് മാറ്റി. പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ട് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുകയായിരുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു. 2019 സ്വർണ്ണക്കവർച്ച മറച്ചുവെക്കാൻ വേണ്ടിയാണ് 2025 ഈ ശ്രമമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം. ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ദേവസ്വം ബോർഡിന് നിയന്ത്രണം വേണം. സ്വർണ്ണക്കവർച്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒഴിഞ്ഞുമാറാനാവില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ അകമഴിഞ്ഞ് സഹായിച്ചതായും ഉത്തരവ് വിരൽ ചൂണ്ടുന്നു. 2021 സ്വർണ്ണപ്പീഠം സ്വർണം പൂശാൻ കൊണ്ടുപോയതിലും ദുരൂഹതയുണ്ട്. തിരികെ എത്തിച്ച സ്വർണ്ണപ്പീഠത്തിന്റെ വിവരങ്ങൾ തിരുവാഭരണ രജിസ്ട്രിയിൽ രേഖപ്പെടുത്താതിരുന്നത് ആകസ്മികമല്ലെന്നാണ് നിരീക്ഷണം. നിലവിലെ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി. നവംബർ 5 പുതിയ കേസ് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഇന്ന് രാജ്ഭവനിൽ താമസിക്കുന്ന രാഷ്ട്രപതി നാളെ ശബരിമല ദർശനം നടത്തും. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൽ BJP നേതാക്കൾ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. വൈകിട്ട് 6:20 രാഷ്ട്രപതി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഇന്ന് രാജ്ഭവനിൽ താമസിക്കുന്ന രാഷ്ട്രപതി നാളെ രാവിലെ 9:35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകും. 10:20 നിലയ്ക്കലിലെത്തുന്ന രാഷ്ട്രപതി അവിടെ നിന്ന് റോഡ് മാർഗം 11 പമ്പയിലെത്തും. ഗണപതി ക്ഷേത്രത്തിൽ കെട്ടുനിറച്ച് സന്നിധാനത്തേക്ക് പുറപ്പെടും.
4 വീൽ ഡ്രൈവ് ഗൂർഖ വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെയായിരിക്കും യാത്ര. 12:20 മുതൽ 1 മണി വരെയാണ് അയ്യപ്പനെ വണങ്ങാൻ രാഷ്ട്രപതി സോപാനത്തുണ്ടാവുക. ദർശനത്തിനു ശേഷം പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ രാഷ്ട്രപതി വിശ്രമിക്കും. 3 മണിയോടെ നിലയ്ക്കലിലേക്ക് മടങ്ങും. ശബരിമല ദർശനത്തിനു ശേഷം രാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. 23-ന് രാവിലെ 10:30-ന് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. 12:50-ന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും. അന്ന് കുമരകത്താണ് താമസം. 24-ന് എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഡൽഹിക്ക് മടങ്ങും. 24 തിരുവനന്തപുരം. ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസി ജയിലിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ലിബിയൻ ഭരണാധികാരിയായിരുന്ന മുവമ്മർ ഗദ്ദാഫിയിൽ നിന്ന് സാമ്പത്തിക സഹായം തേടിയെന്ന കേസിലാണ് നടപടി. പാരീസിലെ ലാസാൻഡെ ജയിലിലാകും 5 വർഷത്തെ ശിക്ഷ അനുഭവിക്കുക. 2007 മുതൽ 2012 വരെ പ്രസിഡന്റായിരുന്ന സർക്കോസി ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകിയെങ്കിലും കോടതി അത് തള്ളി. സുരക്ഷാ കാരണങ്ങളാൽ ലാസാൻഡെ ജയിലിലെ ഏകാന്ത തടവിനുള്ള ചെറിയ സെല്ലിലാണ് നിക്കോളാസ് സർക്കോസിയെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇടപാടിൽ തനിക്ക് പങ്കില്ലെന്ന് സർക്കോസി ആവർത്തിച്ചു. സെനഗൽ ഫുട്ബോൾ ടീമിലെ ഗോൾ കീപ്പർ ഷെയ്ഖ് തോറിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഘാന പോലീസ് അന്വേഷണം തുടങ്ങി. ഘാനയിലെ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കാൻ അവസരം വാഗ്ദാനം ചെയ്താണ് തോറിനെ തട്ടിക്കൊണ്ടുപോയത്. ക്ലബ്ബിൽ കളിക്കുന്നതിനുള്ള കരാർ ഒപ്പുവയ്ക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് തോർ സംഘത്തിനൊപ്പം പോയത്. പിന്നീട് സംഘം വലിയ തുക മോചനദ്രവ്യമായി ആവശ്യപ്പെടുകയായിരുന്നു. തുക നൽകാൻ തോറിന്റെ കുടുംബത്തിന് സാധിക്കാതെ വന്നതോടെ കൊലപാതകം നടത്തുകയായിരുന്നു. ശേഷം മൃതദേഹം പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചു. സംഭവത്തിൽ സെനഗൽ വിദേശകാര്യ മന്ത്രാലയവും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർ ഭരണം കൊണ്ട് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടപ്പാക്കാൻ തുടർ ഭരണത്തിൽ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് PV സ്വാമി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തുടർഭരണത്തിന്റെ നേട്ടങ്ങൾ വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ PV സ്വാമി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. PV സ്വാമി നാടിനോട് കടമ കാണിച്ച വ്യവസായിയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാധ്യമാകില്ലെന്ന് കരുതിയ പല നേട്ടങ്ങളും സാധ്യമായി എന്ന് പറഞ്ഞു. കേരളത്തിൽ നിക്ഷേപകർ എത്തുന്നില്ല എന്ന അവസ്ഥ മാറി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന്റെ സ്ഥാനം ഒന്നാമതെത്തിയെന്നും ഇത് തുടർഭരണം കൊണ്ട് മാത്രമുണ്ടായ നേട്ടമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു 10 വർഷം മുൻപ് നമ്മുടെ കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുമെന്ന് ആര് കണക്കാക്കി? ഇവിടെ അതിന് വിപരീതമായ നിലയാണ് എന്നാണ് എല്ലാവരും കണക്കാക്കിയത്. എന്നാൽ ഈ 10 വർഷക്കാലം നമ്മുടെ നാട് വലിയ മാറ്റത്തിനാണ് ഇടയായത്. 2016-21 കാലത്ത് അധികാരത്തിലിരുന്നവർ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിച്ചു. ആ തുടർന്നതിൻ്റെ ഭാഗമായി സംഭവിച്ചൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലം ഇന്ത്യ രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്കിൽ കേരളം എത്തിയെന്നതാണ്. ഇതാണ് ഉണ്ടായ മാറ്റം. PV ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ PV സ്വാമി പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിസ്നി ഇന്ത്യ അഡ്വൈസർ K മാധവന് സമ്മാനിച്ചു. MP-മാരായ MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ, ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. മലപ്പുറം കോട്ടക്കലിൽ തെരുവുനായയുടെ ആക്രമണം. വീട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെ തെരുവുനായ വീടിനകത്ത് കയറി കടിച്ചു. വളപ്പിൽ ലുക്മാന്റെ മകൻ മിസ്ഹാബിനെയാണ് കടിച്ചത്. ഗോകുൽ K വേണുഗോപാൽ മലപ്പുറത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ഇത് സാധാരണഗതിയിൽ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെയാണ് തെരുവുനായ ആക്രമിച്ചതായ വാർത്തകൾ നേരത്തെ കേട്ടത്. ഇപ്പോൾ വീടിനകത്ത് കയറിയാണ് തെരുവുനായ ഒരു കുട്ടിയെ കടിച്ചത്. എന്താണ് സംഭവിച്ചത്? അവിടെ എപ്പോഴായിരുന്നു ഇത്? പ്രജിൻ, രാത്രി 10 മണിയോടെയാണ് സംഭവം. കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലുള്ള വളപ്പിൽ ലുക്മാന്റെ മകൻ മിസ്ഹാബിനാണ് തെരുവുനായുടെ കടിയേറ്റത്. കുട്ടി വീടിനകത്ത് കിടന്നുറങ്ങിയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ചില അതിഥികളൊക്കെ വന്നതിന് ശേഷം പുറത്തു പോയിരുന്നു. അതിനാൽ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. വീട്ടിനകത്ത് കിടന്നുറങ്ങിയായിരുന്നു കുട്ടിയുടെ കാലിനായിരുന്നു തെരുവുനായ കടിച്ചത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉമ്മ ഓടിയെത്തിയതിനു ശേഷമാണ് ഈ നായയെ അവിടെ നിന്ന് വേർപെടുത്താൻ വേണ്ടി സാധിച്ചത്. കുട്ടി ഉടനെ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാലിന്റെ വിരലിനും ഈ പത്തിയുടെ ഭാഗത്തിനൊക്കെ മാരകമായി മുറിവേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രജിൻ. ശരി, ഗോകുൽ K വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
ഖത്തർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ 53ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽഖോർ നസീം അൽ റബി മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പിൽ നിരവധി സാധാരണ പ്രവാസി തൊഴിലാളികൾക്ക് സൗജന്യ മെഡിക്കൽ പരിശോധന, കൺസൾട്ടേഷൻ, മരുന്നുകൾ എന്നിവ ലഭ്യമാക്കി. ജനറൽ മെഡിസിൻ, ഡെന്റൽ വിഭാഗങ്ങളിൽ പരിശോധനയ്ക്കൊപ്പം സൗജന്യ രക്തപരിശോധനയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ഒരു മാസക്കാലത്തേക്ക് സൗജന്യ തുടർ ചികിത്സാ സൗകര്യവും ലഭ്യമായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ വൈഭവ് തണ്ടലെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാനവാസ് ബാവ അധ്യക്ഷനായി. ജിദ്ദയിൽ ബലദ് മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ബലദ് സമ്മർ നൈറ്റ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും നടന്നു. മലയാളികൾക്ക് പുറമെ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ളവരും സംഗമത്തിൽ പങ്കെടുത്തു. മുഹമ്മദ് മുനീർ, മുജീബ് പെരിന്തൽമണ്ണ, ഷുഹൈബ് പരപ്പനങ്ങാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ മന്നലാംകുന്ന് പ്രദേശത്തെ ഖത്തർ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ മന്നലാംകുന്ന് വെൽഫെയർ അസോസിയേഷൻ 3ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 24-ന് ജെംസ് അമേരിക്ക അക്കാദമി സ്കൂൾ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 8 പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫൈനൽ മത്സര വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിക്കും. സംഘടനയുടെ തുടർന്നുള്ള കലാകായിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുമെന്ന് പ്രസിഡന്റ് ലാൽമോൻ വലിയകത്ത് അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി യൂസഫ് മുഹമ്മദ്, പ്രോഗ്രാം ചെയർമാൻ അഷ്റഫ് MC, കൺവീനർ ആദിൽ റഷീദ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന കിക്ക് ഓഫ് നൈറ്റ് ചടങ്ങിൽ ട്രോഫികളും ജേഴ്സികളും അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ ISC ജനറൽ സെക്രട്ടറി ഹംസ യൂസഫ്, ഫോക് പ്രസിഡന്റ് KK ഉസ്മാൻ, സാംസ്കാരിക പ്രവർത്തകൻ ചന്ദ്രമോഹൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് കുവൈറ്റ് സംഘടിപ്പിക്കുന്ന 10ാമത് വാർഷിക കൺവെൻഷൻ ഒക്ടോബർ 22, 23, 24 തീയതികളിൽ നടക്കും. വൈകിട്ട് 7 മുതൽ കുവൈറ്റ് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് പാരിഷ് ഹാളിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൺവെൻഷനിൽ മുഖ്യപ്രഭാഷകനായി പാസ്റ്റർ പ്രിൻസ് തോമസ് റാന്നി പങ്കെടുക്കും. ലേഡീസ് കോൺഫറൻസിൽ മുഖ്യപ്രഭാഷകയായി ഡോക്ടർ അനു കെന്നത്ത് പങ്കെടുക്കും. പാസ്റ്റർ ലോഡ്സൺ ആന്റണിയുടെ നേതൃത്വത്തിൽ UPFK ഗായക സംഘം അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളും നടക്കും. മലപ്പുറം ചങ്ങരംകുളം ആലങ്കോട് ഉദിനുപറമ്പ് സ്വദേശി കരിമ്പിൽ വീട്ടിൽ അനിയൻ ഖത്തറിൽ നിര്യാതനായി. 50 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് വക്ര അഹമ്മദ് ഹോസ്പിറ്റലിലായിരുന്നു അന്ത്യം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ രാവിലെ കൊച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഖത്തർ KMCC അൽ ഇഹ്സാൻ മയ്യിത്ത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.